രാത്രി സമയത്ത് വേവിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണോ? പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടാ. ടണ്ടടേ കൊഞ്ച് റോസ്റ്റ് ചെയ്തല്ലോ. കൊഞ്ച് നല്ല വലുതായതുകൊണ്ട് വൃത്തിയാക്കാൻ വല്ല പാടൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റി. വൃത്തിയാക്കി തീരുമ്പോഴോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യും. തല കണ്ടോ, നമ്മുടെ വലിയ തലയാണെങ്കിൽ കളയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ ചത കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് ഇതിൻ്റെ തല കഴിക്കാൻ. എന്നിട്ട് അതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടിയിൽ കുറച്ച് പാം ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് ഇത് നല്ലപോലെ തീ കൂട്ടിയിട്ട് മൂപ്പിച്ചെടുക്കുക. രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് മൂപ്പിക്കുമ്പോൾ നമ്മളെ കൊഞ്ച് നല്ല സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. നല്ല മീതപ്പുറം നല്ലപോലെ മുരിഞ്ഞ് വെന്തും കിട്ടും. എന്നിട്ട് അച്ഛൻ കുറച്ച് കാടമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വെച്ച് എന്തായിരുന്നാലും അതും റോസ്റ്റ് ചെയ്യാനല്ലേ, അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ അതും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കൊഞ്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാടമുട്ടയും കൂടെ ആകുമ്പോഴത്തേക്ക് തികയുമെന്ന് വെച്ചിട്ട് കുറച്ച് കാടമുട്ടയും കൂടെ എടുത്ത് അതും പുഴുങ്ങി ഞാൻ ഇത്തിരി എണ്ണയിലിട്ട് നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കണേ. അത് തേങ്ങ ചിരകിയത് റോസ്റ്റ് ചെയ്യണത് എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അത് വാടി വരുമ്പോൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയായിരുന്നു. അതും കൂടെ ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് സവോള വെന്ത് കിട്ടും. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് അതും ഇതണക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ ആവി കയറുമ്പോൾ തക്കാളി നല്ല സോഫ്റ്റാവും. അതിനുശേഷം ഈ വറുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് നമുക്ക് അതിലിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം നല്ലപോലെ ഉള്ളിയും എല്ലാം കൂടെയൊക്കെ ഇട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ എണ്ണ തെളിയും. അപ്പോഴത്തേക്കും നമ്മളെ സംഭവം ഇവിടെ റെഡിയായി. ഉപ്പ് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് തിന്നോക്കണ്ടേ. കുറച്ച് കാടമുട്ട, കുറച്ച് കൊഞ്ച്. എൻ്റെ വായിക്കാൻ തന്നെ വെള്ളം വരുന്നത് കണ്ടിട്ട് നല്ല ചൂടുണ്ട്. അതിക്രണം മൂത്ത് എല്ലാം കൂടെ വഴി ആയിട്ടാ ആ ഒളി പോയുള്ളൂ. എന്തോ പറയണമെന്ന് അറിയൂടാ. ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അമ്മ എത്തി നോക്കിയുണ്ട് ടേസ്റ്റ് നോക്കി നീ എത്ര എണ്ണം തിന്നത്. സൂപ്പർ ഉണ്ട് കേട്ടോ, അടിപൊളി അടിപൊളി. ഇത് മസ്റ്റ് ആയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. നമുക്കേ അച്ഛൻ്റെ റിയാക്ഷനും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അച്ഛൻ വരട്ടെ. അച്ഛാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ചൂടില്ല. എങ്ങനെയുണ്ട്? എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ബൈ.